ഹായ്, നമസ്കാരം. എൻ്റെ പേര് മാളു. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ കൊല്ലത്തെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാനൊരു 2.5 വർഷക്കാലമായി ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ബോബി ചെമ്മണൂർ സാറിൻ്റെ ആ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഞാനിന്ന് ഈ വീഡിയോ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സന്ദർഭത്തിൽ പോലും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു വീഡിയോയിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, 2 ദിവസമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അല്ലേ. കാശ് കൊടുത്ത് കുറച്ച് വെൽനസ് പ്രോഡക്റ്റ് വാങ്ങിച്ച് കട്ടിലിൻ്റെ അടിയിൽ വെച്ചിട്ട് 2 വർഷമായിട്ടും വരുമാനം കിട്ടിയില്ലെന്നും പറഞ്ഞു ഒരു അമ്മ കടന്ന് വെപ്രാളപ്പെടുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ എനിക്കതിനകത്ത് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഞാനിന്ന് എൻ്റെ മകൾക്ക് ലെൻസിനകത്ത് വൈറസ് ബാധിച്ച് ഇന്ന് ഏറ്റവും നല്ല ഹോസ്പിറ്റലായിട്ടുള്ള മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇവിടുത്തെ ബില്ല് ചെറുതൊന്നുമല്ല. എൻ്റെ മകളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബില്ല് ഇന്ന് കമ്പനിയാണ് അടയ്ക്കുന്നത്. അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് അതിൻ്റെ ഇൻഷുറൻസ് തുകയാണ് അടയ്ക്കുന്നത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാനൊരു പേഷ്യൻ്റാണ്. ANA പോസിറ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ്. ആർക്ക് വേണമെങ്കിലും തെളിവ് തരാം. അവിടുത്തെ എൻ്റെ ചിലവ് വഹിക്കുന്നത്, എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് വഹിക്കുന്നതും കമ്പനി നൽകുന്ന ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് നൽകുന്ന 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. ഇന്ന് എനിക്ക് മാത്രമല്ല, എൻ്റെ മകൾക്കും നിപ്പി വന്ന ഈ ഒരു അസുഖം ഇന്ന് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് നടത്താനും 1 രൂപ പോലും ചിലവില്ലാതെ ഇന്ന് എൻ്റെ കുഞ്ഞിനെ ഭേദപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്നാവാതെ, അതും ഫിജിക്കാർട്ട് ഇ-കൊമേഴ്സ് ബിസിനസ്സിലൂടെയാണ് എനിക്ക് നേടാൻ പറ്റിയത്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ പ്രിയപ്പെട്ട ഫ്രണ്ട്സ്. ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ട് തൻ്റെ കാശ് പോയോ, തനിക്ക് കഴിയില്ലേ, എനിക്ക് കിട്ടില്ലേ എന്നൊക്കെ കരുതിയിരിക്കുന്നുണ്ട്. എനിക്ക് അവരോട് പറയാൻ ഒരു ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങാനായിട്ടാണ് ഫിജിക്കാർട്ടിൽ നമ്മൾ സക്സസ് ആവത്തില്ല. പക്ഷേ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് എന്നെപ്പോലെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. ഞാൻ വെറും ഒരു തയ്യക്കാരിയാണ്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള, കൂലിവേലയ്ക്ക് പോകുന്ന അപ്പൻ്റെ അമ്മയുടെയും മകളും കൂലിവേലക്കാരനായ ഭർത്താവിൻ്റെ ഭാര്യയുമായിട്ട് 2 പെൺകുട്ടികളായിട്ട് താമസിച്ചു വരികയാണ്. തയ്യക്കാരിയായിട്ട് ഇരുന്ന എൻ്റെ കയ്യിൽ കിട്ടിയ ഇതേ അവസരമാണ്. ഇതേ രൂപ കൊടുത്ത് ഇതേ പ്രോഡക്റ്റുകൾ, ഇതിനകത്ത് എല്ലാ പ്രോഡക്റ്റുകളും ഒരു 5000-ൽ പരം പ്രോഡക്റ്റുകളുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അല്ലെങ്കിൽ രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് തൊട്ട് രാത്രി കിടക്കുമ്പോൾ ചൂടുന്ന ബെഡ്ഷീറ്റ് വരെയുണ്ട്. ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഇതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാമായിരുന്നു. ഇന്ന് ആ അമ്മയെ ആരോ പ്രചരിപ്പിച്ച രീതിയിൽ, ആരോ പറഞ്ഞു പഠിപ്പിച്ച രീതിയിൽ എൻ്റെ പൊന്നമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങളെ കൊണ്ടുള്ള പാവപ്പെട്ടവർക്ക് കിട്ടിയ കച്ചിത്തുരുമ്പാണ് ഫിജിക്കാർട്ട്. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയി വരുമാനം വാങ്ങിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുമ്പോൾ ഒന്നുകൂടെ മാത്രം ആലോചിക്കുക. എന്നെക്കൂട്ട് സാധാരണപ്പെട്ട ഒരുപാട് പേര് ഇന്ന് ഈ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കയറാനുള്ള യോഗ്യതയൊന്നും സാധാരണ കുടുംബത്തിൽപ്പെട്ട എനിക്കില്ല കേട്ടോ. ലക്ഷങ്ങൾ അടയ്ക്കേണ്ടി വരും ഇവിടെ. അതിനുള്ള വരുമാന മാർഗമൊന്നുമില്ല. വാടക വീട്ടിൽ താമസിക്കുന്ന ഞങ്ങളെ കൂട്ടുള്ളവർക്കേ എൻ്റെ ഒരു അസുഖം വന്ന് ഒരുപാട് പൈസ, എൻ്റെ വീടും വസ്തുവൊക്കെ വിറ്റിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത്. എങ്കിൽ ഈ ഒരു അവസരം കയ്യിൽ കിട്ടി. ഇന്ന് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. ഇന്ന് എൻ്റെ മകളുടെ ട്രീറ്റ്മെൻറ്റ് നടത്തി. എൻ്റെ പൊന്നമ്മച്ചി ഒന്ന് മനസ്സിലാക്കും. വീട്ടിൽ കുറേ പൈസ ഇരിപ്പുണ്ട്, അത് കൊടുത്ത് സാധനം വാങ്ങി കട്ടിലിൻ്റെ അടി വെച്ചിട്ടേ പാവത്തുങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയാൻ നടക്കരുത് കേട്ടോ. അതുകൊണ്ടേ അമ്മച്ചി വാ, ഫിജിക്കാർട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഫിജിക്കാർട്ട് എങ്ങനെ നേടാമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ധൈര്യമായിട്ട് അമ്മച്ചി മുന്നോട്ട് പോയിക്കോ കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ലീഡേഴ്സ്.